നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഗൈഡൻസ് മെസ്സേജസ് ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് എന്ത് കാര്യം ചെയ്താലും അത് നടക്കാതെ തടസ്സങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം, വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയാലും നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മുൻപോട്ട് നടക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ ഒരു കാർഡ് കാണിക്കുന്നത്, ഇവിടെ കണ്ടോ, കുതിരപ്പുറത്ത് ഒരു പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഒരു ജോലി ഓഫറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടുമായിട്ട് ഈ ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുകയാണ്. പക്ഷേ ഇവരിവിടെ നിൽക്കുന്നേ ഉള്ളൂ, മുൻപോട്ട് അനങ്ങാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരായിക്കോട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു സപ്പോർട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച, അങ്ങനെയുള്ള നിങ്ങൾ പ്രമോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം. പക്ഷെ അത് നടക്കുന്നില്ല, മുൻപോട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തടസ്സമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു തടസ്സം, അതായത് നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ആ കാര്യം നടക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അത് നടക്കാനുള്ള ചാൻസസ് കുറവാണ്. നടക്കുമോ എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുമ്പോൾ നടക്കാനുള്ള ചാൻസസ് കുറവാണ്. നിങ്ങൾ നടക്കും, അത് എനിക്ക് അങ്ങനെ ഒരു കാര്യം ലഭിക്കും, എനിക്ക് ജോലി കിട്ടും, അതിനുള്ളൊരു അർഹത എനിക്കുണ്ട്, എനിക്ക് പ്രമോഷൻ കിട്ടും, അതിനുള്ളൊരു അർഹത എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. എങ്കിൽ മാത്രമേ ഒരു ആക്ഷൻ ഇവിടെ നടക്കുകയുള്ളൂ. നിങ്ങൾ യൂണിവേഴ്സിന് കൺഫ്യൂഷൻ ആക്കുന്ന കാര്യങ്ങൾ യൂണിവേഴ്സിന് കൊടുത്താൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾ അതിനൊരു കൺഫർമേഷൻ കൊടുക്കണം, അങ്ങനെ സംഭവിക്കും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിനുണ്ടാവണം. എങ്കിൽ മാത്രമേ അത് മുൻപോട്ട് നടക്കാനുള്ള ചാൻസസ് ഉള്ളൂ. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ്. ഫിനാൻഷ്യലി ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതുപോലെ നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ്. ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നടക്കും എന്നുള്ള ഉറപ്പാണ് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിവാഹം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങൾ തീരണം എന്ന് കരുതുന്നുണ്ടായിരിക്കാം. അതുപോലെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ പണം വരാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒരു തടസ്സം കൂടാതെ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റെക്കായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോവാതിരിക്കുക. ഇങ്ങനെയൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ഒരു സക്സസ് ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് മുൻപോട്ട് ഒരു സക്സസ് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. 8 ഓഫ് വാൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം, അതുപോലെ നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജോലി ലഭിച്ച അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ചയാണ് നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു ലെറ്റർ, നിങ്ങൾക്കൊരു ജോബ് കൺഫർമേഷൻ്റെ ലെറ്റർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കൺഫർമേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരും, നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുണ്ട്, നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി വരൂ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് കോളോ മെസ്സേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. 7 ഓഫ് കപ്സ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ്.
അതായത് നിങ്ങൾ ഏത് ജോലി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വിവാഹകാരിയാണെങ്കിൽ ഏതാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, ഏത് റിലേഷൻഷിപ്പാണ് എനിക്ക് പറ്റുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട വഴി എന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്താണ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പല കഴിവുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയും ചെയ്യാം. നിങ്ങൾക്ക് അറിയാത്തൊരു കഴിവൊന്നും ഉണ്ടാവില്ല, മിക്ക കഴിവുകളും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ അത് വർക്ക് ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അത് സക്സസ് ആവോ, അതോ ഞാനിപ്പോൾ പഠിച്ച അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി ചെയ്യുന്നതായിരിക്കുമോ നല്ലത്, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഒരു വിവാഹകാര്യം വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടായിരിക്കാം അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് പറയുന്നുണ്ടായിരിക്കും. പക്ഷേ എങ്കിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഏതാണ് എനിക്ക് ബെറ്റർ എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക. ജോലിയുടെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്തൊക്കെയാണ്, നിങ്ങൾക്കുള്ളിലുള്ള കഴിവ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. കിങ് ഓഫ് സോഴ്സ് ആണ്. ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. കണ്ടോ, ഈ ഒരു കൺഫ്യൂഷൻ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ എന്ത് മുന്നോട്ട് എടുക്കണം എന്നുള്ള കാര്യത്തിൽ അത്രയും ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ, അതിനൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് സജഷൻ ചോദിക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുക എന്നുള്ളതും നിങ്ങൾക്ക് തന്നെയാണ് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പറ്റുന്നത്. ഓക്കെ, മറ്റൊരാൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളാണ് റിയലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ഉള്ളിലോട്ട് ചോദിക്കുക, എന്താണ് നിങ്ങളുടെ മനസ്സിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ചോദിക്കുക, എന്താണ് എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റുന്ന സമയത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആക്ഷൻ എടുക്കുക, കൺഫ്യൂസ്ഡ് ആയിട്ട് വീണ്ടും നിൽക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒരു ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. ഏസ് ഓഫ് പെന്റിക്കിൾസ് ആണ്, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് അങ്ങനെ ചെയ്യുക. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക. നിങ്ങൾ മടി പിടിച്ച് ഇരിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ജോബിൻ്റെ ഓഫർ ലെറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. ഇതിലോട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ടു ഓഫ് സോഴ്സ് ആണ്, വീണ്ടും കൺഫ്യൂഷൻസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം ഞാൻ ചെയ്യേണ്ട കാര്യം ഇതാണെന്നുള്ളത് അറിയാം, എങ്കിലും നിങ്ങൾ ഒരു കൺഫ്യൂസർ ആണ്. നിങ്ങൾ എങ്കിലും എന്താ ചെയ്യുക, കൺഫ്യൂസർ ആയിട്ട് ഒരു തീരുമാനം എടുക്കും, എന്നിട്ട് അത് ഫെയിലിയർ ആവും. അപ്പോൾ പിന്നെ ഇനി മുന്നോട്ട് എന്തെങ്കിലും ചെയ്താൽ ഇനിയും ഫെയിലിയർ ആവും എന്നുള്ള കൺഫ്യൂഷൻ ആവും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാതെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് റിയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ടെമ്പറൻസ് ആണ്. നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസിലിട്ട് കൊണ്ടുവരിക. നിങ്ങൾ ഒരുപാട് ഇമോഷണലി ചിന്തിക്കാതെ, അതായത് ഇമോഷണലി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു വീക്കായിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതായത് നടക്കില്ല, ഇനി നടന്നാൽ തന്നെ എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇനിയിപ്പോൾ ജോലി കിട്ടുന്ന കുറച്ച് ദൂരത്താണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫാമിലി വിട്ട് എനിക്ക് പോവേണ്ടി വന്നാൽ ഞാൻ എങ്ങനെ ആ സിറ്റുവേഷൻ ഞാൻ എങ്ങനെ തരണം ചെയ്യും, അതുകൊണ്ട് അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്നുള്ള പൊട്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഫാമിലിയെ വിട്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ഒന്ന് മാറി നിൽക്കേണ്ടി വരും. എങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് മാറ്റം കിട്ടുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാലോ. അതുപോലെ ഒരു മാരേജ് സിറ്റുവേഷൻ ആണെങ്കിൽ ഫാമിലിക്ക് ഇതുവരെ കൊടുത്തിരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു പരിഗണന ഇനി എനിക്ക് മുൻപോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അങ്ങനെയുള്ള പല രീതിയിലുള്ള കൺഫ്യൂഷൻസും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഈ ഇമോഷണൽ ഇംബാലൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇമോഷൻസിനെ നിങ്ങൾ ബാലൻസ്ഡ് ആക്കുക, എന്നിട്ട് നിങ്ങൾ മുൻപോട്ട് പോവുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ.
ഫോർ ഓഫ് സോഴ്സ് ആണ് ഇവിടെ. മാനസികമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇമോഷണൽ പ്രശ്നങ്ങൾ തന്നെയാണ്. മാനസികമായിട്ട് തകർന്ന് കിടക്കുകയാണ്. എൻ്റെ സ്വപ്നങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ കരുതുന്ന കാര്യങ്ങളൊന്നും സക്സസ് ആവുന്നില്ല, ഞാൻ ക്ഷമിച്ച് പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ നിങ്ങൾ ഈ പരാജയം ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരാജയപ്പെട്ട സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പരാജയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ഇങ്ങനെ കിടക്കേണ്ടി വരും. നിങ്ങൾക്കൊരു ഉയർച്ചയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സക്സസോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ തളർന്നു പോകരുത് ഒരിക്കലും. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ജോലി സംബന്ധമായിട്ട് എന്ത് കാര്യത്തിനും നിങ്ങൾ മുൻപോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ ആ കാര്യം സക്സസ് ആവും എന്നുള്ളതാണ്. അതുപോലെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഏണിങ്സ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് മാരേജ് സിറ്റുവേഷൻ എന്തെങ്കിലും, മാരേജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാരേജ് എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു കാർഡാണിത്. നിങ്ങൾ ഇതുവരെ കരുതി നിങ്ങൾ ഇത്രയും വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും എന്ത് കാര്യം ഇതുവരെ ചെയ്ത ഒരു എഫേർട്ടും ഒരു റിസൾട്ടും നിങ്ങൾക്ക് തന്നിട്ടില്ല, എഫേർട്ട് മാത്രം ബാക്കിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് പെന്റിക്കിൾസും കാണിക്കുന്നത്. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റെബിലിറ്റിയിലോട്ട് വരും, നിങ്ങൾക്ക് ജോബ് ലഭിക്കും, നിങ്ങൾ ഒരു മാരേജ് സിറ്റുവേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. മാർച്ച്, ഒക്ടോബർ, ഭരണി, 1990, രേവതി, 1986, ലെറ്റർ സി, മൂലം, ലെറ്റർ ഡി, അശ്വതി, വിശാഖം, ലെറ്റർ എസ്, ലെറ്റർ ജി, രോഹിണി. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാം. എവിടെയും തളർന്ന് വീഴാതെ, നിങ്ങൾ അവിടെ വീണു ഇനി എനിക്ക് മുൻപോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതാതെ വീണ്ടും പരിശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്